மேகங்களையெல்லாம் தொட்டுவிட ஆசை, சோகங்களையெல்லாம் விட்டுவிட ஆசை, கார்குழலில் உலகை தட்டிவிட ஆசை, சின்ன சின்ன ஆசை, சிறகடிக்கும் ஆசை, முத்து முத்து ஆசை, முடிந்து வைத்த ஆசை. മുടിഞ്ഞു പോയോന്നോ? അയ്യോ എന്ത് ചെയ്യേ, എവിടെയാ ഇത്? പാടിക്കൊടു ജോസു കൃഷ്ണയ്ക്ക് എന്ന് പറയുന്നുണ്ട്. പാടി ചേച്ചി. കൃഷ്ണയ്ക്ക് വേണ്ടി നമ്മൾ ലിസ്റ്റേജ് ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടായിരുന്നു കേട്ടോ. ലിൻഡോപ്പൻ എണ്ണത്തിന് കരയണേ. ഓൾറെഡി ലിൻഡോപ്രോ കരഞ്ഞോണ്ടിരിക്കുക. അത് ഇന്ന് മൊത്തം എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പോ നല്ല അടി കിട്ടിക്കണം തലയ്ക്ക്. ഇന്ന് പുള്ളിക്കാരന്റെ വെഡിങ് ആനിവേഴ്സറിയാ, 11ാമത്തെ. അതാണോ കരയുന്നത്? മാഡി ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. അതേടി എന്നിട്ടാ ഞാൻ നിനക്ക് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത് ലിസ്റ്റേജ് പറഞ്ഞിട്ട്. അപ്പം തലതല്ലി കരയ എന്റെ അമ്മച്ചി. ഇനി ഏതെങ്കിലും ഇമോജി ഉണ്ടോ കരയുന്നത്? എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നില്ല ലിസ്റ്റേജി. ലിസ്റ്റേജി ഇന്ന് പുള്ളിക്കാരന്റെ 11ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. പുള്ളിക്കാരൻ ചാടിത്തുള്ളി വെമ്പർന്നത്തെ കാണാൻ വേണ്ടി പോയായിരുന്നു. പുള്ളിക്കാരി എന്നെ അടുത്ത് എനിക്കൊന്നും തലക്കിട്ട് വല്ലതും എടുത്ത് അടിച്ചു കാണുമായിരിക്കും. മൊത്തം കരച്ചില്ല. കൃഷ്ണ കൂടെ ഇരുന്ന് കരയ. കൃഷ്ണ ഓക്കെ. കൃഷ്ണ AR റഹ്മാൻ, മിൻമിനി ചേച്ചി ഹിറ്റ്സ് സോങ്, വെരി ബ്യൂട്ടിഫുൾ സോങ്. അതെ അതെ, കരയില്ലേ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചേച്ചി കേട്ടോ. അസ്ലി ഒരുപാട് സ്നേഹം തരുന്നു. ആണ്ടെ ശംഖു ഇരുന്ന് കരയാൻ തുടങ്ങി. ഹായ് അസ്ലി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ശംഖു. ഹായ് ലിസ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ശംഖു. യോ നിന്റെ ഒപ്പം കരച്ചിലോട് കരച്ചില്ല എന്റെ തമ്പുരാനെ. BP കൂടണ്ട കേട്ടോ. ഹായ് ഡ്രീമി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് രതീഷ് ബ്രോ. കരാച്ചിക്ക് ബർത്ത്ഡേ മാക്രിയോ? മനസ്സിലായില്ല. കരച്ചിക്ക് ബർത്ത്ഡേ മാക്രി. ഞാൻ വായിച്ചത് തെറ്റാണോ ചേച്ചി? ശംഭു മുത്തയ്യ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ അസ്ലു. ഞങ്ങൾ ഇന്ന് കരഞ്ഞു ചാകും. അടിപൊളി, നല്ല കാര്യം. ആങ്ങളെയും പെങ്ങളും കൂടെ അവിടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞോട്ടോ. സൂപ്പർ എന്ന് പറയുന്നുണ്ട് ലിസ് ചേച്ചി. എന്റെ ശംഖു, നീ ഇവരുടെ കൂടെ കൂടിയോടെ കരയാൻ. സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കൃഷ്ണ. ഹായ് രതീഷ് പ്രോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ശംഖു. ഒരു റീത്ത് സെറ്റ്. രതീഷ് പ്രോ നിന്റെ ഒപ്പം കരയുന്നു, ശംഖു കരയുന്നു, പിന്നെ നിന്റെ ഒപ്പം കരയുന്നു, കൃഷ്ണ കരയുന്നു. എന്റെ മിൻമിനി ചേച്ചി ഓർമ്മ വരുന്നു ഈ പാട്ട് കേൾക്കുമ്പോഴതെ. സത്യം കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാ അത്. ആ എഫക്റ്റോട് കൂടി പിന്നെ എത്ര പേര് വന്നാലും ആ പാട്ട് പാടാൻ പറ്റിയിട്ടില്ല. രതീഷ് ബ്രോ എന്തിനാ രതീഷ് ബ്രോ? അതൊക്കെ ഉള്ളതാ ഇവിടെ സ്വാഭാവികം. ഇന്നലത്തെ അങ്ങേരുടെ ലൈവ് കണ്ടായിരുന്നു. നോർമൽ അല്ല ആരെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂട്ടത്തിൽപ്പെട്ടതാന്നേ. വരുന്നവരെല്ലാരും കരഞ്ഞോണ്ട് വരുന്നു. അത് തന്നെ. അല്ല, ശംഖു വന്നിട്ട് പോയത്. അന്നേരം അവന് കുഴപ്പമില്ലായിരുന്നു. ഇവനിപ്പൊ വന്നപ്പോ ഇവരുടെ കരച്ചിൽ പിടിച്ചതാ. കരകരോ കരകര. അത് തന്നെ, കരകരോ കരകര. അവന് കുറച്ച് തല്ലിന്റെ കുറവുണ്ട്. അത് ഷിനി കൊടുത്തു, അത്രേ ഉള്ളൂ. സത്യം ലിസ് ചേച്ചി, എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം തോന്നുന്നു. നിങ്ങൾ സത്യമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. സത്യം. ലിൻഡോപ്പൻ കരയാണല്ലേ? കൃഷ്ണ കരയുന്നു. അയ്യോ എന്റെ കഥ. ആണോ ലിൻഡോ ബ്രോയ്ക്ക് വേണ്ടി അസ്ലുവിന്റെ വക പാട്ട് പൂമുഖോ അതിൽക്കൽ സ്നേഹം വിടർത്തും. ആദ്യം മാണിക്കക്കുയിലെ പാടാവേ. മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിലേതോ നീലക്കടമ്പുണ്ടോ? നീലപ്പൂങ്കടമ്പിൽ കണ്ണൻ ചാരി നിന്നാ, നീലപ്പൂങ്കടമ്പിൽ കണ്ണൻ ചാരി നിന്നാ, നീളെ നീളെ പൂമാരി, നീളെ പൂമാരി, മാണിക്കക്കുയിലേ നീ കാണാത്ത കാടുണ്ടോ? കാണാത്ത കാട്ടിൽ